കുടിക്കേ. എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞതല്ലേ. എല്ലാവരും എന്നോട് ക്ഷമിക്കാൻ. പ്രഗ്നന്റ് ആണെന്നൊരു നുണ പറഞ്ഞ് നിങ്ങൾ എല്ലാവരെയും ഞാൻ പാടുപെടുത്തുക. മിഥുനേട്ടനെ രക്ഷിക്കാൻ എനിക്ക് മറ്റൊരു മാർഗവും ഇല്ലാതെ വന്നതുകൊണ്ടാ എനിക്ക് ഇങ്ങനൊരു കടുങ്കൈ ചെയ്യേണ്ടി വന്നത്. പക്ഷെ ഈ സത്യം പുറത്തറിഞ്ഞ പിന്നെ നിങ്ങൾ ആരും എന്നോട് ക്ഷമിക്കില്ല. അത് ഞാൻ ഇപ്പോഴിപ്പോഴാണ് മനസ്സിലാക്കി വരുന്ന. മോളെ മേഘനെ, ഇതെന്താന്ന് നിനക്കറിയോ? വല്ല പിടിയും കിട്ടുന്നുണ്ടോ? മിഥുൻ കുഞ്ഞുവാവയായിരുന്നപ്പോ പാലും മരുന്നും ഇതിലാ കൊടുത്തിരുന്നേ. ഇത് രണ്ടും അവന്റെ കൈകളിൽ ഇട്ടിരുന്നതാ. അച്ഛമ്മേ, ഇതൊക്കെ പണ്ട് എന്റേതായിരുന്നു അച്ഛമ്മേ. അതേടാ. ഇതെന്തെന്ന് അവൻ കാലിലിട്ടിരുന്ന പാദസരം. ഇനി ഇതോ കുഞ്ഞിലെ അവന്റെ അരയിൽ കെട്ടിയിരുന്ന പൊന്നരഞ്ഞാണം. ഇതൊക്കെ ഇടിയിട്ടുകൊണ്ടാ അവന് ഞങ്ങൾ നടത്തിയിരുന്നേ. ഇനി നിങ്ങളുടെ മോനോ മോളോ ജനിച്ചിട്ട് വേണം ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊക്കെ എനിക്കൊന്ന് കണ്ട് ആനന്ദിക്കാൻ. അമ്മേ, അമ്മേ, ജനിക്കാൻ പോകുന്ന കൊച്ചുമോനോ കൊച്ചുമോൾക്കോ വേണ്ടി ഇത്രയും സ്വപ്നം കണ്ടിരുന്നോ? മിഥുൻ കുഞ്ഞായിരുന്നപ്പോ തൊട്ടുള്ളത്. ഇതുവരെ സൂക്ഷിച്ചു വെച്ചത് പിന്നെ എന്തിനായിരുന്നെന്നാ നിന്റെ വിചാരം? അവന്റെ മക്കളെയും ഇതൊക്കെ ഇടിയിച്ച് കാണാനുള്ള കൊതി കൊണ്ടാ. അന്ന് കൊച്ചുമോന് വേണ്ടി വാങ്ങിയത് ഇന്ന് കൊച്ചുമോന്റെ മോനോ മോൾക്കോ വേണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണല്ലേ? അപ്പോ ഞാനും കുറച്ചൊക്കെ പ്ലാൻ ചെയ്യണമല്ലോ. മോളെ മേഘനെ, നിന്റെ കുഞ്ഞ് ജനിക്കുമ്പോഴേക്കും ഇതുപോലത്തെ ഒരു 10 ഇരട്ടി സാധനമെങ്കിലും ഞാൻ എടുത്തു വെച്ചിരിക്കും. നന്ദൻ കുടുംബത്തിന്റെ അനന്തരാവകാശി ഭൂമിയിലെത്തുമ്പോ എല്ലാം മുമ്പിലുണ്ടായിരിക്കണം. നീയൊന്ന് പ്രസവിക്കാൻ വേണ്ടി കാത്തിരിക്കുക. അനന്തരാവകാശിക്ക് വേണ്ടി ഇത്രയേറെ പ്ലാനുകൾ ഇവരുടെ മനസ്സിലുണ്ടായിരിക്കുമെന്നോ? ഈ വിഷയം ഇത്രയേറെ സീരിയസ് ആയിരിക്കുമെന്നോ ഞാൻ വിചാരിച്ചില്ല. ഇനി ഇത് എത്ര നാളെ ഞാൻ ഇങ്ങനെ കൊണ്ടു നടക്കും? അച്ഛനോടെങ്കിലും സത്യം തുറന്നു പറയണം. എന്തായിരുന്നു എന്റെ അവസ്ഥ എന്ന് അച്ഛനെങ്കിലും അറിയണം. മോളെ മേഘനെ, നിന്റെ കുഞ്ഞ് വരുമ്പോ ആദ്യം ഇതൊക്കെ തന്നെ വേണം ഇടിയിക്കാൻ, കേട്ടല്ലോ? മേഘന മോളെ, ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. മോള് പോയി കിടക്ക്. എന്നാ ചെല്ലും മോളെ. ആയിക്കോട്ടെ. മേഘനെ, നിനക്കെന്താ പറ്റിയത്? നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? അങ്ങനെയൊന്നുമില്ല മിഥുനേട്ടാ. എന്തോ ഒരു ക്ഷീണം പോലെ, അതുകൊണ്ട് തോന്നുന്നതായിരിക്കും. എന്നാ നീ വന്ന് റെസ്റ്റ് എടുക്ക്. വാ വാ. നമസ്കാരം മാഡം. നമസ്കാരം. ഞാൻ ചോദിച്ചത് കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട് മാഡം. ഇത് ഭക്ഷണത്തിൽ ചേർത്ത് കൊടുത്താൽ മതി. ഗർഭിണിയാണെങ്കിൽ ഒന്നും സംഭവിക്കില്ല. പക്ഷെ അവർക്ക് ഗർഭമില്ലാന്നുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റാത്ത വയറുവേദന ഉണ്ടാവും. വേദന എന്ന് വെച്ചാൽ ബോധക്ഷയം വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആയിക്കോട്ടെ, പണം അക്കൗണ്ടിലേക്ക് എത്തിക്കോളൂ. നീ സ്ഥലം വിട്ടോ. ഓക്കെ മാഡം. ആന്റി, ഈ ഒരു അടിയോടുകൂടി ഉത്തരമില്ലാത്ത ചോദ്യമായി നമ്മളെ വാട്ടിയെടുത്തോണ്ടിരിക്കുന്ന ആ പ്രശ്നത്തിന് ഫുൾ ക്ലാരിറ്റി കിട്ടാൻ പോവാ.
ഈ മരുന്ന് കൊണ്ടു തന്നവനും മരുന്നുകൊണ്ട് ഉണ്ടാവാൻ പോകുന്ന റിസൾട്ടും എല്ലാം കേൾക്കാൻ നന്നായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഐഡിയ പോരേന്നൊരു തോന്നലുണ്ടാവുന്നു. അതെന്താ ആന്റി അങ്ങനെ തോന്നുന്നേ? മേഘനയ്ക്ക് ഗർഭമുണ്ടോന്ന് കണ്ടുപിടിക്കുന്ന ഈ മരുന്നിനേക്കാൾ ഭേദം ഗർഭം തന്നെ അലസിപ്പോകുന്ന മരുന്നായിരുന്നില്ലേ? എനിക്കിപ്പോ അങ്ങനെ തോന്നുന്നു. അവനോട് ചോദിച്ചാ ആ മരുന്നും കൊണ്ടുതരും. പക്ഷേ ഇപ്പോ അവളുടെ ഗർഭം അലസിപ്പിക്കലല്ലോ നമ്മളുടെ ഉദ്ദേശം. അതെന്താ മഞ്ജരി അങ്ങനെ? അവളുടെ ഗർഭം അലസിപ്പോയ എല്ലാ പ്രശ്നങ്ങളും തീർന്നോളൂല്ലോ. ഇല്ല ആന്റി, പിന്നീട് മേഘനയുടെ ഗർഭം അലസിപ്പോവാൻ നമ്മളാ കാരണക്കാരെന്ന് അറിഞ്ഞാ അവരെല്ലാവരും കൂടി നമ്മളെ ഞെക്കിക്കൊല്ലും. അതിനുശേഷം ഇപ്പൊ എനിക്ക് ആ വീട്ടിലുള്ള സ്ഥാനവും വിലയും എല്ലാം നഷ്ടപ്പെടുകയും ചെയ്യും. എല്ലാവരും എന്നെ അകറ്റി നിർത്തുകയും ചെയ്യും. ഒരുപക്ഷെ ആ വീട്ടിൽ നിന്ന് എന്നെ അടിച്ച് പുറത്താക്കി മേഘനെ അവിടെ സ്ഥിരമായി താമസിപ്പിച്ചെന്നിരിക്കും. എനിക്കിപ്പോ വേണ്ടത് അതല്ല ആന്റി. തൽക്കാലത്തേക്ക് മേഘന പറയുന്നത് സത്യമാണോ നുണയാണോ എന്ന് കണ്ടുപിടിച്ചാൽ മതിയാവും. മേഘനയുടെ ഗർഭം വെറും ഒരു നാടകം മാത്രമാണെങ്കിൽ ആ ഒരു കാരണം മതിയാവും നിഷ്കരണം മേഘനെ ആ വീട്ടിൽ നിന്ന് നമുക്ക് പുറത്താക്കാൻ. ഓക്കെ, നീ പറഞ്ഞതുപോലെ തന്നെ നടക്കട്ടെ. ഇനിയൊരു പക്ഷെ അവള് ശരിക്കും ഗർഭിണിയാണെങ്കിലോ? അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? അതിനെക്കുറിച്ച് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ആലോചിക്കാം. ആദ്യം സത്യം എന്താണെന്നുള്ളത് പുറത്തു വരട്ടെ. ഈ മരുന്ന് ആ സത്യം ഉറപ്പായും പുറത്തു കൊണ്ടുവരും. നമുക്ക് പോവാം ആന്റി. സ്വാതി, സ്വാതി, എന്താണ് മാഡം? എല്ലാം ഒരു തെറ്റും കൂടാതെ ചെയ്യണേ. പിന്നെ മിഥുനേട്ടാ, ഇതൊക്കെ സുദീപിനെ ഏൽപ്പിച്ചാൽ മതിയായിരിക്കും. ഗുഡ് മോർണിംഗ് ഏട്ടത്തിയമ്മേ. സഞ്ജനെ, എന്താ നീ ഇതുവരെ റെഡി ആയില്ലേ? ചെറുക്കന്റെ വീട്ടുകാർ വരുമ്പോ ഇങ്ങനെ തന്നെയാണോ അവരുടെ മുന്നിൽ നിൽക്കാൻ പോകുന്നത്? ഹായ് സഞ്ജന. ദേ നിന്റെ ഫ്രണ്ട്സ് എല്ലാം എത്തിയല്ലോ. ഇവരെ കൂടി നിന്റെ കൂടിനെ വിളിക്കും. ഞാൻ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കട്ടെ. നിങ്ങൾ എല്ലാവരും കൂടെ പോയി ഇവിടെ നിന്ന് ഒരുക്കിക്കൊണ്ട് വാ. അവളുടെ മട്ടും ഭാവം കണ്ടോ? അവളുടെ സ്വന്തം അനുജത്തിയുടെ നിശ്ചയം നടക്കുന്ന പോലെയല്ലേ എല്ലാം എടുത്ത് തലയിൽ വെച്ച് നടക്കുന്നേ. അവളുടെ ഈ ഭരണം എനിക്ക് ഒട്ടും പിടിക്കുന്നില്ല. എന്റെ മോളവള്. ഇതിലെ മേഘനയ്ക്ക് എന്താ ഇത്ര കാര്യം? എനിക്ക് അടിമുടി ചൊറിഞ്ഞു വരുന്നുണ്ട്. സ്വന്തമാണെന്ന് ആത്മാർത്ഥമായിട്ട് കരുതുന്നവർക്ക് വേണ്ടി ഇതൊക്കെ തന്നെയായിരിക്കും എല്ലാരും ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ ഒരു പണിയും ബാക്കിയില്ല അല്ലേ? മോളെ മേഘനെ, എന്തു പറ്റി നിനക്ക്? ഒന്നുമില്ല അച്ഛമ്മേ. ചെറുതായിട്ട് തല കറങ്ങുന്ന പോലെ തോന്നാ. ഗർഭിണിയായിരിക്കുന്ന നിനക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇതൊന്നും അത്ര വലിയ കാര്യമില്ല അച്ഛമ്മേ. ഇടയ്ക്ക് കുറച്ച് ജ്യൂസൊക്കെ ഒന്ന് കുടിച്ചാ ഇച്ചിരി ഊർജമൊക്കെ കിട്ടും. നീ നിക്ക്, ഞാൻ ചെന്നിട്ട് ജ്യൂസ് ഉണ്ടാക്കിയിട്ട് വരാം. അയ്യോ അച്ഛമ്മേ, അച്ഛമ്മ എന്തിനാ ബുദ്ധിമുട്ടുന്നേ? നീ എന്നോട് അങ്ങനൊന്നും പറയണ്ട. നീ ഇപ്പൊ ഒരു ജീവനല്ല 2 ജീവനാ മോളെ. ഞാൻ എടുത്തോണ്ട് വന്നാളെ, നീ അവിടെ നിൽക്കേ. അത് പിന്നെ അച്ഛമ്മേ, ഇവിടെ കോഫി പൗഡർ എവിടെ വെച്ചേക്കുന്നേ? എങ്ങും കാണുന്നില്ലല്ലോ. അത് അവിടെ തന്നെ കാണും. കാണുന്നില്ലല്ലോ അച്ഛമ്മേ, ഇവിടെ എങ്ങും ഇല്ല. ഇതെന്തൊരു കഷ്ട. ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിലൊക്കെ കയറണം. ഒരിക്കലും ആ ഹാളിൽ നിന്ന് ഇങ്ങോട്ട് കേറില്ലല്ലോ.
തന്നെയാ അച്ഛമ്മേ. എന്നാ കൊണ്ടുവയ്ക്കോ. മഞ്ജരി, അവിടെ ഒരു താലം കൂടി ഉണ്ട്, അതിങ്ങോട്ട് എടുത്തു. ഇന്ന മോളെ മേഘനെ, നീ ഇതങ്ങ് കുടിക്ക്. ഇത്തിരി ബലമൊക്കെ വേണ്ടേ? ആന്റി, മരുന്നകത്ത് ചെന്നുല്ലേ? ഇനിയാണ് അവള് തയ്യത്തൊക്കെ വെക്കാൻ പോകുന്നത്. നമുക്ക് മാറി നിന്ന് കളി കാണാം. അമ്മേ, എന്താ പെട്ടെന്നൊരു വേദന? സ്വാതി, എന്തു പറ്റി മാഡം? ഇത് കൊണ്ടുവയ്ക്ക്. മേഘനെ, നിനക്കെന്താ പറ്റി? ഇപ്പൊ എനിക്ക് വയറുവേദന എന്ന് പറഞ്ഞ ഈ നിശ്ചയത്തിന് അത് ചിലപ്പോ ബാധിച്ചെന്നിരിക്കും. ഒന്നും മിണ്ടാതിരിക്കുന്നതാ നല്ലത്. നീ എന്താ കേട്ടില്ലേ? എന്താ പറ്റി? എന്താ കാര്യം എന്ന് പറ. ഒന്നുമില്ല മിഥുനേട്ടാ. മഞ്ജരി, നമ്മുടെ മരുന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. മേഘനയ്ക്ക് പെട്ടെന്നെന്തോ വല്ലായ്മ പോലല്ലേ? കൺഫേം ചെയ്യാൻ സമയമായിട്ടില്ല ആന്റി. അവള് ഗർഭിണിയല്ലെന്നുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റാത്ത വേദനയുണ്ടായി ബോധം കെട്ട് വീഴുമെന്നല്ല അയാൾ പറഞ്ഞത്. അതുവരെ നമുക്കൊന്ന് കാത്തിരിക്കാം. നമ്മുടെ ഈ പ്രയോഗം പരിപൂർണ വിജയം തന്നെയാണെന്ന് ഇപ്പൊ എന്റെ മനസ്സ് പറയുന്നത്. അങ്ങനെ എങ്ങാനും സംഭവിച്ചാ അതോടെ ആ മേഘനയുടെ ജീവിതം കുഴി തോണ്ടി ഞാൻ അതിലിടും. മേഘനെ, ഞാൻ കുറെ നേരമായി ശ്രദ്ധിക്കുന്നു. നിനക്കെന്തോ വല്ലാത്ത പോലെ. എന്തു പറ്റി? അറിയോ? ഓക്കെ? ഒന്നുമില്ല മിഥുനേട്ടാ. വയറിനകത്ത് എന്തോ ഒരു അൺഈസി ഫീൽ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അയ്യോ, അങ്ങനെയാണോ? എന്നാ നമുക്കിപ്പൊ തന്നെ ഡോക്ടറെ കാണാൻ പോയാലോ? അതൊന്നും വേണമെന്നില്ല മിഥുനേട്ടാ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുള്ളതാ. കുറച്ചു കഴിയുമ്പോ തന്നെ മാറിക്കോളും. അറിയോ? ഇത് സാധാരണ വരുന്നതാണല്ലോ അല്ലേ? അതെ മിഥുനേട്ടാ. മിഥുനേട്ടൻ ടെൻഷൻ ആവൊന്നും വേണ്ട. എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. ശരി, സൂക്ഷിക്കണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയണേ. എന്തൊരു വേദന ഇത്! എന്തിനു പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടായേ?
സഞ്ജനെ, നീയാളെ ലക്കിയാണ് കേട്ടോ. സ്നേഹിച്ചു എന്ന് പറഞ്ഞപ്പോ തന്നെ നിന്റെ വീട്ടുകാർ സമ്മതിച്ചില്ലേ? ഇഷ്ടപ്പെട്ട ആളോടൊപ്പം കല്യാണം ഫിക്സ് ചെയ്യാൻ പോവാ. ശരിക്കും നീ ഒത്തിരി ഭാഗ്യമുള്ള കുട്ടിയാണ് കേട്ടോ. എനിക്ക് ആ ഭാഗ്യം അത്ര നിസ്സാരമായിട്ട് കിട്ടിയതല്ല. ഇഷ്ടമാണെന്ന് പറഞ്ഞതും കണ്ണടച്ച് സമ്മതിക്കാനായിട്ട് എന്റെ കുടുംബത്തിലുള്ള അംഗങ്ങളാരും അങ്ങ് വെള്ളരിക്ക പട്ടണത്തിൽ നിന്ന് വന്നവരല്ലോ. എല്ലാ വീട്ടിലെയും പോലെ തന്നെയായിരുന്നു ഇവിടെ. ആദ്യം ഒത്തിരി തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നിങ്ങനെ എൻഗേജ്മെന്റിന് സമ്മതിപ്പിച്ചേ? അതിന് കാരണം എന്റെ ഏട്ടത്തിയമ്മ. ആകാശിനെ കുറിച്ച് നല്ല കാര്യങ്ങളൊക്കെ ഏട്ടത്തിയമ്മയോട് പറഞ്ഞപ്പോ എല്ലാവർക്കും സമ്മതിക്കേണ്ടി വന്നു. ഏട്ടത്തിയമ്മ ഇല്ലായിരുന്നെങ്കിൽ എല്ലാവരെയും പോലെ എന്റെയും പ്രണയം തകർന്നടിഞ്ഞു പോയേനെ. ഞാനൊരു ദേവദാസിനിയായി അലഞ്ഞേനെ. ഞങ്ങളുടെ സഞ്ജന പറഞ്ഞ സത്യ. ഞങ്ങളുടെ ഏട്ടത്തി ഇല്ലായിരുന്നെങ്കിൽ പ്രേമപരാജയത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് സഞ്ജന ഇന്ന് ഈ വീട്ടിന്റെ ഏതെങ്കിലും ഒരു കോണിലിരുന്ന് കരഞ്ഞു തീർക്കുന്നുണ്ടായേനെ. സഞ്ജന, നിങ്ങളുടെ പ്രണയത്തില് ആരാണ് ആദ്യം പ്രപ്പോസ് ചെയ്തത്? വേറെ ആരായിരിക്കും? ആകാശ് എന്നെ ആദ്യം പ്രപ്പോസ് ചെയ്ത്. എനിക്കിതൊന്നും ഇഷ്ടമല്ല, എന്റെ വീട്ടിലുള്ളവരാരും സമ്മതിക്കില്ല എന്ന് ഞാൻ കുറെ തവണ പറഞ്ഞതാ. കുറെ വട്ടം റിജക്ട് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് ആളെവിടെ അടങ്ങിയിരിക്കാൻ? ഞാൻ മതിയെന്ന് പറഞ്ഞ് എന്റെ പുറകെ നടക്കായിരുന്നു. പ്രേമിച്ചില്ലെങ്കിൽ ചത്തുകളയൂന്നൊക്കെ പറഞ്ഞു. ഒരു വട്ടം ഞരമ്പ് മുറിക്കാൻ വരെ ആള് തയ്യാറായതാ. അപ്പോഴാണ് പ്രേമത്തിലെ സത്യസന്ധത മനസ്സിലായതും അവസാനം ഞാൻ സമ്മതിച്ചതും. അത് ശരി, അപ്പൊ അവൻ നിനക്ക് വേണ്ടി മരിക്കാനും തയ്യാറായല്ലേ? അതൊന്നും പറയണ്ട. അവന്റെ സത്യസന്ധത കണ്ടപ്പോ എനിക്ക് നോ പറയാൻ കഴിഞ്ഞില്ല. പിന്നെ ഞാൻ മാത്രല്ല, എല്ലാ ഗേൾസും ഇങ്ങനെയൊക്കെ തന്നെയല്ലേടി. നമ്മളോടുള്ള സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ ഉറപ്പായിട്ടും സമ്മതിച്ചിരിക്കും. എന്തായാലും നിന്റെ കാര്യത്തില് എല്ലാം ഭംഗിയായിട്ട് തന്നെ കഴിഞ്ഞല്ലോടി. നിന്റെ വീട്ടുകാരും നിനക്കങ്ങനെ വലിയ തടസ്സമൊന്നും നിന്നില്ല. ഞങ്ങളെ കൊണ്ട് സമ്മതിപ്പിക്കുന്നത് അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല മക്കളെ. ഞങ്ങളുടെ മേഘനമോൾ ഒറ്റ ഇരുത്തിയാ എല്ലാരെ കൊണ്ട് സമ്മതിപ്പിച്ചത്. ഇന്നിവരുടെ പ്രേമം കണ്ടില്ലേ, എത്ര പെട്ടെന്നാ നിശ്ചയം വരെ എത്തിയേ. ചാരു എന്റെ സ്നേഹം ആത്മാർത്ഥമാണെന്ന് എന്നാ മനസ്സിലാക്കുക? എന്റെ സത്യസന്ധത അവൾ എന്തെങ്കിലും തിരിച്ചറിയോ? എല്ലാ ഗേൾസും ഇങ്ങനെയൊക്കെ തന്നെയല്ലേടി. നമ്മളോടുള്ള സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ ഉറപ്പായിട്ടും സമ്മതിച്ചിരിക്കും. എങ്ങനെയെങ്കിലും ചാരുവിനെ കൊണ്ട് സമ്മതിപ്പിച്ച് ഞാൻ അടങ്ങും. ഈശ്വരാ, ഈ വേദന മാറാൻ ഒരു മാർഗമല്ലേ? എത്ര നേരം വെച്ചിങ്ങനെ സഹിക്കാം? എങ്ങനെ നിലവിളിച്ചു പോകുന്ന എനിക്ക് പേടിയാവുന്നു. എന്റെ ഈശ്വര, ഞാനിപ്പോ എന്ത് ചെയ്യും? മേഘന എന്താ കഥ കടച്ച് അകത്ത് തന്നെ ഇരിക്കുന്നേ? അവക്ക് വയറുവേദനയോ മറ്റോ ഉണ്ടെങ്കിൽ അവൾക്ക് ഒരു ഗർഭവും ഇല്ലെന്ന് നമുക്ക് ഉറപ്പിക്കാം. പക്ഷെ അതെങ്ങനെ നമ്മള് കണ്ടുപിടിക്കുക? ഒരു വശത്ത് എൻഗേജ്മെന്റിനുള്ള സമയമാവുന്നുണ്ട്. എങ്ങനെങ്കിലും മേഘനയുടെ കള്ളി വിളിച്ചതായാലല്ലേ ഈ നിശ്ചയവും നമുക്ക് മുടക്കാൻ പറ്റൂ. നമുക്കൊന്ന് മോളിൽ ചെന്ന് നോക്കിയാലോ ആന്റി? ശരി, നീ വാ. മേഘനെ, എന്താ നിന്റെ മുഖം വല്ലാണ്ടിരിക്കണേ? വല്ല വയ്യായികയുണ്ടോ? വയ്യായിക്കൊന്നുമില്ല ചെറുമേ. അല്ല അല്ല അല്ല, നീ എന്തോ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. എന്തോ ബുദ്ധിമുട്ടുള്ളതുപോലെയും തോന്നുന്നുണ്ട്. നിനക്ക് സുഖമില്ലെങ്കിൽ പറ, ഡോക്ടറെ വിളിക്കാം. ഏയ്, അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞല്ലേ. എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. നീ ഇങ്ങോട്ടൊന്ന് നോക്കി. വീട്ടിലൊരു ശുഭകാര്യം നടക്കുമല്ലേ, അതിന് മുടക്കം വരുമല്ലോ എന്ന് ഓർത്ത് നീ ഒന്നും അടക്കി വെക്കണ്ട. ഇന്നല്ലെങ്കിൽ നമുക്ക് നാളെ ഇതെല്ലാം നടത്താവുന്നതേ ഉള്ളൂ. എന്നാലും നിന്റെ ആരോഗ്യം തന്നെയല്ലേ ഇവിടെ ഇമ്പോർട്ടന്റ്. നിന്റെ കുഞ്ഞിനൊന്നും പറ്റാൻ പാടില്ലല്ലോ. നമുക്ക് വേണമെങ്കിൽ ഡോക്ടറെ ഇങ്ങോട്ട് വിളിപ്പിക്കാം. പറയൂ മേഘനെ. അല്ല, നിനക്ക് വയറുവേദനയോ മറ്റോ ഉണ്ടെങ്കിൽ പറ. എനിക്ക് വയറുവേദനയോ?
ഇപ്പൊ എനിക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ. എന്നാലും നീ എനിക്ക് വയറുവേദന വരുമെന്നുള്ളത് എങ്ങനെ പ്രവചിച്ചു? അങ്ങനെയൊന്നുമില്ല. നിന്റെ മട്ടും ഭാവമൊക്കെ കണ്ടപ്പോ അങ്ങനെ തോന്നിയതാ. അല്ലാണ്ട് ഞാൻ എന്തിനു ചോദിക്കണം? എനിക്കൊന്നുമില്ലെന്ന് പറഞ്ഞില്ലേ, ഒരു വേദനയില്ല. എനിക്ക് സുഖമില്ലെന്നുള്ളത് ഇവര് കണ്ടുപിടിച്ചെങ്കിൽ മറ്റുള്ളവർക്ക് അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അത് മതി ഉടനെ ഡോക്ടറെ ഇങ്ങോട്ട് വിളിപ്പിക്കാൻ. ഡോക്ടറെ എങ്ങാനും വിളിച്ചു വരുത്തിയ ഞാൻ പ്രഗ്നന്റ് അല്ല എന്നുള്ള കാര്യം എല്ലാവരും കണ്ടുപിടിക്കും. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? ശേഖരമുത്തശ്ശൻ ഹലോ, ഞാൻ മേഖലയാണ് സംസാരിക്കുന്നത്. എന്താ മോളെ കാര്യം പറയേ? ശേഖരൻ മുത്തശ്ശൻ വീട്ടിലല്ലേ മുത്തശ്ശി? ഇല്ലല്ലോ മോളെ, നീ കാര്യം എന്താന്ന് പറ. എനിക്കൊരു കാര്യം ചോദിക്കാനായിരുന്നു. എന്നാ പിന്നെ മോള് പെട്ടെന്നൊരു കാര്യം ചെയ്താ മതി. നീ അങ്ങനെ ഒന്ന് ചെയ്തു നോക്ക്. അപ്പൊ തന്നെ നിന്റെ വയറുവേദനയൊക്കെ അങ്ങ് പമ്പ കിടക്കും കേട്ടോ. ശരിയെങ്കിൽ മുത്തശ്ശി. എന്റെ ഭഗവാനെ, ചെറിയൊരു ശമനം തോന്നുന്നുണ്ട്. എന്നാലും പെട്ടെന്ന് എന്താ ഇങ്ങനൊരു വയറുവേദന വരാൻ? എനിക്ക് വയറുവേദന ഉണ്ടോന്ന് മഞ്ജരി എന്തുകൊണ്ടായിരിക്കും ചോദിച്ചത്? ചാരു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അവിടെ വീട്ടില് നിന്റെ അനിയത്തിയുടെ നിശ്ചയം നടക്കുമ്പോ നീ എന്താ എന്റെ പുറകെ നടക്കുന്നത്? അവിടെ അവളുടെ നിശ്ചയം നടക്കുന്നതുകൊണ്ട് എനിക്ക് എന്റെ കാര്യം പറയാതിരിക്കാൻ പറ്റുമോ? എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? എന്റെ അനിയത്തി അവള് പ്രണയിച്ച് നിശ്ചയം വരെ എത്തി. ഞാനിപ്പോഴും നിന്റെ പിറകെ. എന്റെ പുറകെ നടന്ന നീ വിചാരിക്കുന്ന സന്തോഷമൊന്നും കിട്ടില്ല. പകരം വിഷമവും വേദനയും ഉണ്ടാവും. ദയവ് ഇത് പ്രേമം പരിണയെന്നൊക്കെ പറഞ്ഞ് എന്നെ ശല്യപ്പെടുത്താണ്ട് നീ നിന്റെ വീട്ടിൽ പോവാൻ നോക്ക് വിവേക്. ചാരു, നീ എന്തുകൊണ്ടാ എന്നെ ഒന്ന് മനസ്സിലാക്കാൻ പോലും ശ്രമിക്കാതെ? എന്റെ ആത്മാർത്ഥതയും സത്യസന്ധതയും നീ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നോർത്ത് സങ്കടം വരുന്നുണ്ട്. എന്നാ പിന്നെ സങ്കടപ്പെട്ടോ. പക്ഷെ നിന്റെ കരച്ചിലും മോങ്ങലൊന്നും എന്റെ മനസ്സിനെ തൊടില്ല. എനിക്ക് നിന്റെ ആത്മാർത്ഥതയും സത്യസന്ധതയും ഒന്നും കാണാനും താല്പര്യമില്ല. ചാരു, ഇനിയും നീ എന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ ഞാൻ ഇവിടെ വെച്ച് തന്നെ മരിക്കും, പറഞ്ഞേക്കാം. വിവേക്, 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 എന്താ ഇത്? എന്തൊരു കടുകയാ നീ ചെയ്തത്? വിവേക്, 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 വിവേക്. അയ്യോ വിവേക്, എന്തിനാണ് നീ ഇങ്ങനെ ഒരു കടുക ചെയ്ത്? പ്രേമെന്ന് പറഞ്ഞ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യോ? വിവേക്, പ്ലീസ് വിവേക്, കണ്ണു തുറക്ക്. ഞാനിപ്പോ എങ്ങനെ ഇവനെ ഒന്ന് രക്ഷിക്കുക? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഈശ്വര. വിവേക്, കണ്ണു തുറക്ക്. വിവേക്, പ്ലീസ് എഴുന്നേക്ക്. എഴുന്നേറ്റ് വാ വിവേക്. നീ ഒന്ന്